ദൃശ്യം 3 സിനിമയ്ക്ക് ഇനി 1 കോടി ഗ്രോസ് ഇല്ല കേരളത്തില്. എന്തായാലും സിനിമയുടെ കഴിഞ്ഞ 16 ദിവസത്തെ കേരള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും പരിശോധിക്കാം നമുക്ക്. അതിന് പക്ഷേ ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ. ദൃശ്യം നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലളിതൻ സിനിമയാണ് ദൃശ്യം എന്ന സിനിമയുടെ 3-ാം ഭാഗം. പല ഭാഷകളിലെ സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ തിയേറ്റർ റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് പോസിറ്റീവ് റെസ്പോൺസും ഉണ്ട്, ആവറേജ് റെസ്പോൺസും ഉണ്ട് സിനിമയ്ക്ക്. എന്തായാലും സിനിമയുടെ കേരളത്തിലെ കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. സിനിമയുടെ കേരളത്തിലെ കളക്ഷൻ വ്യാഴാഴ്ച മുതൽ സിനിമയ്ക്ക് 1 കോടിയുടെ താഴെയാണ് ഗ്രോസ് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ ബോക്സ് ഓഫീസ് ആയിട്ട്. അഡ്വാൻസ് ആണെങ്കിലും നല്ലപോലെ ഡ്രോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് അപ്രോക്സിമേറ്റ് ആയിട്ട്. സിനിമയ്ക്ക് ഇപ്പൊ നിലവില് കേരളത്തിലെ ഗ്രോസ് ആയിട്ട് ഇന്നലെ വെള്ളിയാഴ്ച മോളിവുഡ് ടൈംസ് സിനിമയ്ക്ക് തന്നെയാണ് കൂടുതൽ ഗ്രോസ് കളക്ഷൻ. ഇപ്പൊ വിചാരിക്കും എല്ലാവരും പിന്നെ ബ്ലാസ്റ്റ് സിനിമയ്ക്കായിരിക്കും കൂടുതൽ കളക്ഷൻ. ബ്ലാസ്റ്റ് സിനിമയ്ക്ക് കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. 1 കോടിയുടെ താഴെയാണ് വെള്ളിയാഴ്ച ബ്ലാസ്റ്റ് സിനിമ കേരളത്തിൽ ഗ്രോസ് ആയിട്ട്. അങ്ങനെ ഒരു ദിവസം ബ്ലാസ്റ്റ് സിനിമ 1 കോടിയുടെ താഴെ വന്നിരിക്കുകയാണ് വെള്ളിയാഴ്ച. എന്തായാലും നെസ്ലിന്റെ മോളിവുഡ് ടൈംസ് വലിയ രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട് സിനിമയ്ക്ക് വെള്ളിയാഴ്ച ബോക്സ് ഓഫീസിൽ. എന്തായാലും സിനിമയ്ക്ക് വെള്ളിയാഴ്ച നമ്മുടെ കേരളത്തില് ദൃശ്യം 3 സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 87 ലക്ഷമാണ് ഏകദേശം കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമ ടോട്ടൽ 16 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് 82 കോടി 84 ലക്ഷമാണ് 16 ദിവസം കൊണ്ട് കേരളത്തിലെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമയുടെ ഇക്കഴിഞ്ഞ 2 ആഴ്ചത്തെ ശേഷമുള്ള കളക്ഷൻ നോക്കുവാണെങ്കിൽ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം 2 ആഴ്ചയ്ക്ക് ശേഷം സിനിമ കളക്ട് ചെയ്തെടുത്തത് ഓൾമോസ്റ്റ് 19 കോടിന് മുകളിലായിട്ടാണ് ഗ്രോസ്. കർണാടകയിൽ നിന്ന് മാത്രം 1 കോടി 70 ലക്ഷത്തിന് മുകളിൽ സിനിമയ്ക്ക് ഗ്രോസ് കാണാൻ സാധിച്ചു 2 ആഴ്ചയ്ക്ക് ശേഷം. തമിഴ്നാടാണെങ്കിൽ 1 കോടി 20 ലക്ഷത്തിന് മുകളിലാണ്. പിന്നെ ആന്ധ്ര തെലങ്കാന ഭാഗത്ത് നിന്ന് 1 കോടി 7 ലക്ഷത്തിന് മുകളിലായിട്ട്. പിന്നെ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 77 ലക്ഷം അപ്രോക്സിമേറ്റ് ആയിട്ട്. സിനിമയ്ക്ക് 2 ആഴ്ചയ്ക്ക് ശേഷം നല്ലൊരു നമ്പേഴ്സ് ആണ് കാണാൻ സാധിച്ചത് നമ്മുടെ കേരള ബോക്സ് ഓഫീസിന്. അപ്രോക്സിമേറ്റ് ആയിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം സിനിമയ്ക്ക് 23 കോടി 99 ലക്ഷത്തിനടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കളക്ഷൻ ആയിട്ട് ദൃശ്യം 3 സിനിമയ്ക്ക്. ഇപ്പൊ തന്നെ വ്യക്തമാകുന്നുണ്ട് സിനിമയുടെ ഡ്രോപ്പ് എത്രത്തോളമാണ് കാണാൻ സാധിച്ചത്. കാരണം തെലുങ്ക്, കർണാടക, തമിഴ്നാട് സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ കാണാൻ സാധിച്ചതാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിലായിട്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം കളക്ഷൻ നല്ലപോലെ ഇടിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും സിനിമയുടെ ടോട്ടൽ കളക്ഷൻ പരിശോധിക്കാം. ഇന്ത്യൻ ഗ്രോസ് മാത്രം സിനിമയ്ക്ക് 120 കോടിന് മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ആണെങ്കിലും 104 കോടിന് മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ ഓവർസീസ് തന്നെയാണ് വിദേശത്ത് സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് 111 കോടിന് മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. വിദേശത്തും സിനിമയ്ക്ക് ലക്ഷങ്ങളിലായിട്ട് ചുരുങ്ങി വരികയാണ് കളക്ഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ. ഇനി സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് ആണ് 231 കോടി 26 ലക്ഷമാണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്ന നിലവില്. 230 കോടിന് മുകളിലായിട്ടാണ് സിനിമയുടെ ഒഫീഷ്യൽ നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വാഴ സിനിമേന്റെയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞുവൽ ബോയ്സിന്റെയും കളക്ഷൻ തകർക്കാനാണ് ഇനി ആകപ്പാടെ ചാൻസ് കാണുന്നത് നമ്മുടെ ദൃശ്യം 3 സിനിമയ്ക്ക്. മഞ്ഞുവൽ ബോയ്സിന്റെ 241 കോടി എന്ന ഫൈനൽ കളക്ഷൻ, അതുപോലെ തന്നെ വാഴ സിനിമ സെക്കൻഡ് പാർട്ടിന്റെ 238 കോടിന്റെ ഫൈനൽ കളക്ഷൻ. എന്തായാലും വാഴ 2ഉം അതുപോലെ തന്നെ മഞ്ഞുവൽ ബോയ്സ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഇറക്കുമ്പോൾ എന്ന് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് ലൈഫ് ടൈം കളക്ഷൻ ദൃശ്യം 3 സിനിമ. എന്തായാലും 4-ാമത്തെ ആഴ്ചയിലോട്ട് പോവുകയാണ് നമ്മുടെ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് ദൃശ്യം 3 സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. പക്ഷേ ആദ്യം ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ. സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിൽ അഭിപ്രായം നമുക്ക് ചെയ്യപ്പെടുത്തുക.